പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് നമസ്കാരം. ഒരു പുതിയ സിമ്പിൾ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആ വീഡിയോയുടെ പേരാണ് സ്കൂൾ ഓപ്പണിംഗ് ആൻഡ് ചിൽഡ്രൻസ് ഹെൽത്ത്. നമ്മുടെ കുട്ടികളുടെ ആരോഗ്യം സ്കൂൾ തുറന്നു കഴിയുമ്പം ഏത് വിധത്തിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ ആസ്പദമാക്കി ചെറിയ ചെറിയ കാര്യങ്ങൾ ആണ് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇതെല്ലാം നമുക്കറിയാം. ഇത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുട്ടികൾ മിഡ് വെക്കേഷൻ, അതായത് വേനൽക്കാല അവധി കഴിഞ്ഞിട്ട് സ്കൂളിലേക്ക് പോവുകയാണ്. ചില സ്ഥലങ്ങളിൽ സ്കൂൾ തുറന്നു, ചില സ്ഥലങ്ങളിൽ സ്കൂൾ തുറന്നില്ല. ചില സ്ഥലങ്ങളിൽ മഴ തുടങ്ങി, ചില സ്ഥലങ്ങളിൽ ചൂട് വളരെ ശക്തിയായിട്ട് നിൽക്കുകയാണ്. അതായത് കന്യാകുമാരി തൊട്ട് കാശ്മീർ വരെ നോക്കുകയാണെങ്കിൽ ഡിഫറെൻ്റ് ക്ലൈമറ്റിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് സ്കൂൾ തുറന്നു കഴിയുമ്പം ശാരീരികമായിട്ടും മാനസികമായിട്ടും ചേഞ്ചസ് വരുമ്പം അവരെ ആരോഗ്യപരമായിട്ട് അത് ബാധിക്കും. അങ്ങനെ ബാധിച്ചാൽ എന്താ പ്രശ്നം? ഈ സെഷനിൽ പോകുമ്പോൾ അവർക്ക് പഠിക്കാനും അവർക്ക് മുന്നോട്ട് പോകാനും പ്രയാസങ്ങൾ വരും. അപ്പോൾ ഇതെല്ലാ സമയത്തും സംഭവിക്കുന്നതല്ലേ? എല്ലാ സമയത്തും സംഭവിക്കുന്നതാണെങ്കിലും ഈ പ്രാവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈ ടെമ്പറേച്ചർ ആയിരുന്നു. 40-42 ഡിഗ്രിയിൽ കുറഞ്ഞൊരു ടെമ്പറേച്ചറും ഇന്ത്യയുടെ ഒരു ഭാഗത്തും കണ്ടില്ല. അതുകൊണ്ട് നമുക്കറിയാം, കേരളത്തിൽ സ്കൂൾ തുറന്നു, മഴ തുടങ്ങി. പക്ഷേ നോർത്ത് ഇന്ത്യയിലേക്ക് ഈ സൈഡിലേക്ക് വരുവാണെങ്കിൽ സ്കൂൾ വിത്തിൻ 2 വീക്സിലേ തുറക്കുകയുള്ളൂ. ഇപ്പോഴും ടെമ്പറേച്ചറാണ്. ചില സ്ഥലങ്ങളിൽ മഴ തുടങ്ങി. ഈ ക്ലൈമറ്റ് ചേഞ്ചസ് പിള്ളേരുടെ ആരോഗ്യത്തെ ബാധിക്കും എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ്സ് അയക്കണം, എങ്കിലേ എനിക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആയതുകൊണ്ട് നിങ്ങൾ എൻ്റെ ചാനലിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഈ വീഡിയോയിലൂടെ ചില പോയിൻറ്റ്സ് മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട്, പല സമയത്താണ് നമ്മുടെ സ്കൂള് ടൈം. രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്ന് പോയി 7 മണിക്ക് സ്കൂൾ തുടങ്ങുന്നുണ്ട്. 6:30 പോയി 7:30 7 തൊട്ട് 8 മണിക്ക് തുടങ്ങുന്നുണ്ട്. അപ്പോൾ വ്യത്യസ്തമായ സമയങ്ങളിൽ സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ പ്രഭാത ഭക്ഷണം, ബ്രേക്ക്ഫാസ്റ്റ് എൻഷുർ കർണ, ശരിയായിട്ട് കൊടുത്തു വിടുക, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കഴിപ്പിച്ചു വിടുക. പ്രഭാത ഭക്ഷണം സിസ്റ്റമാറ്റിക് കഴിക്കണം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കുട്ടികൾ. കാരണം നമ്മുടെ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിനായിട്ടുള്ള എനർജി പ്രദാനം ചെയ്യുന്നതാണ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ വെറൈറ്റീസുള്ള ആഹാരം അതിനകത്ത് കൊടുക്കുക. ഈ കാലാവസ്ഥയെ നമുക്ക് റെസിസ്റ്റ് ചെയ്യുവാൻ, പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എനർജി അവർക്ക് ഉണ്ടാകും. പിന്നെ നമ്മൾ ലഞ്ച് ബോക്സ്, ബ്രേക്ക്ഫാസ്റ്റ് ബോക്സും ലഞ്ച് ബോക്സും നമ്മൾ ചില കുട്ടികൾ കൊണ്ടുപോകുന്നുണ്ട്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയവർ പല സ്ഥലങ്ങളിൽ അങ്ങനെയുണ്ട്. അപ്പോൾ അവരോട് പറയേണ്ടത്, നിങ്ങളുടെ കഴിക്കുന്ന ആഹാരം വേസ്റ്റ് ചെയ്യരുത്. ഒരിക്കലും ഒരു തരി ചോറോ ഒരു തരി ആഹാരമോ നമ്മൾ വേസ്റ്റ് ചെയ്യരുത്. അതവരെ നേരത്തെ പറഞ്ഞ് മനസ്സിലാക്കണം. കാരണം ആദ്യമായി സ്കൂളിൽ പോകുന്ന കുട്ടികളുമുണ്ട്, ഇതിൽ പ്രൊമോഷൻ കിട്ടി പോകുന്ന കുട്ടികളുമുണ്ട്. അനേകം കോടി കുട്ടികൾ നമ്മുടെ ഇന്ത്യയിൽ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിരിക്കുന്നു, പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആദ്യമേ അവർക്ക് ഈ വേസ്റ്റേജ് ഓഫ് ഫുഡ് അതവരെ പറഞ്ഞ് മനസ്സിലാക്കണം. പിന്നെ ഇഷ്ടം പോലെ വെള്ളം കുടിക്കണം, ധാരാളം വെള്ളം കുടിക്കാൻ, ശുദ്ധവെള്ളം, ശുദ്ധജലം അവരുടെ കൂടെ കൊടുത്തു വിടണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പേരൻസ് ബിസിയാണ്. അപ്പോൾ അവർ ഷോർട്ട് കട്ട് ചിലപ്പോൾ പോക്കറ്റ് മണി കൊടുക്കും. മോനെ ഇന്ന് ഉണ്ടാക്കാൻ പറ്റില്ല, നീ ക്യാൻറ്റീനിൽ നിന്നോ പുറത്തുള്ള കടയിൽ നിന്ന് കഴിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യും? അവിടെ നിന്ന് അവർ കൂൾ ഡ്രിങ്ക്സ് കഴിക്കും. അതുപോലെ തന്നെ മറ്റുള്ള ജങ്ക് ഫുഡ്, അതായത് മറ്റുള്ള ആഹാരങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ആരോഗ്യത്തെ ബാധിക്കും. അപ്പോൾ നിങ്ങൾ എൻഷുർ ചെയ്യണം, നമ്മുടെ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഇഷ്ടംപോലെ വെള്ളവും കൊടുത്തു വിടുന്നു, അവർ അത് ഉപയോഗിക്കുന്നു എന്ന് എൻഷുർ ചെയ്യണം. പിന്നെ പേഴ്സണൽ ഹൈജീൻ, ദേഹശുദ്ധി. രാവിലെ പോകുമ്പോൾ കുളിപ്പിച്ചു വിടണം. എന്നും തല കഴിയണമെന്ന് നിർബന്ധമില്ല. രാവിലെ കുളിപ്പിക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് വരുമ്പം അവരെ കുളിപ്പിച്ച് പേഴ്സണൽ ഹൈജീൻ എൻഷുർ ചെയ്യണം. എങ്കിലേ ആരോഗ്യസ്ഥിതി, അവരുടെ ടെമ്പറേച്ചർ വ്യതിയാനം അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ സിലബസ് പഠിപ്പിക്കും, അവർ പഠിക്കുന്നു. അത് മാത്രമല്ല, അവരോട് പറയണം, മക്കളെ ഇതിലും മാറി, ഇതിനും പുറകിൽ സോഷ്യൽ ആക്ടിവിറ്റി, അതായത് സിവിക് സെൻസ് എന്ന് പറയുന്നത്, നമ്മുടെ സെൽഫ് ഡിസിപ്ലിൻ, മുതിർന്നവരെ ബഹുമാനിക്കുക, ഗുരുക്കളെ ബഹുമാനിക്കുക, നമ്മുടെ സമൂഹത്തിൽ എങ്ങനെയാണ് ഇതുമെല്ലാം അവരെ പറഞ്ഞ് നമുക്ക് സമയം കിട്ടുന്നതനുസരിച്ചിട്ട് പറഞ്ഞ് മനസ്സിലാക്കണം. പിന്നെ അവർ സ്കൂളിൽ നിന്ന് വരുമ്പം അത് നമ്മുടെ വല്യമ്മച്ചിയുടെ കൂടെ ആണെങ്കിലായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ക്രച്ചിലായിക്കോട്ടെ, നമുക്ക് സമയം കിട്ടുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനും പറയണം. കാരണം അമ്മയാണ്
അവരുടെ ഫസ്റ്റ് ലിസണർ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, നമ്മൾ കേൾക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അവർക്ക് ഉത്തേജനം വന്ന് സെൽഫ് കോൺഫിഡൻസ് വന്നിട്ട് അവർക്ക് ആക്ടിവിറ്റീസിനും ക്രിയേറ്റിവിറ്റി ഉണ്ടാവും. പിന്നെ അവർ ഓരോ പ്രോബ്ലം സോൾവിങ് സ്കില്ല് വന്നിട്ട് അവർ മുന്നോട്ട് പോകും. അപ്പോൾ നമുക്ക് ഈ വെക്കേഷൻ, ഈ കഴിഞ്ഞുള്ള കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ 2024 to 25 ഈ സെഷൻ നമ്മുടെ കുട്ടികളെ ഈ കാലാവസ്ഥയിൽ ആരോഗ്യവാന്മാരായിട്ട് അവരെ മുന്നോട്ട് വിടുവാനുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ ഡിസ്കസ് ചെയ്തത്. ഇത് വളരെ കൃത്യമായിട്ട് നമ്മൾ പേരൻസ് മനസ്സിലാക്കണം, അത് ഫോളോ ചെയ്യണം. അങ്ങനെയുള്ളൊരു ക്യാരക്ടേഴ്സ് വരുമ്പോൾ അവർ മുന്നോട്ടുള്ള ലക്ഷ്യപ്രാപ്തിയിലേക്ക് ഇത് വളരെ സഹായിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം.